ചാനലിലേക്ക് സ്വാഗതം. സന്തോഷവാർത്ത ടൂറിസ്റ്റുകൾക്ക്. റോപ്പ് വേ ഒക്കെ വർക്ക് തുടങ്ങി. മഴ മാറിയപ്പം തന്നെ മലമ്പുഴ സജീവമായി. ഇനി മലമ്പുഴയ്ക്ക് വരുന്നവർ മഴയുടെ ഗ്യാപ്പ് നോക്കി വരാം. റോപ്പ് വേ ഉണ്ട്. സന്ദർശകരെ കയറ്റി വിടാൻ തുടങ്ങി. ഇവിടെ മഴ കുറഞ്ഞു. ഇപ്പം നല്ല ചൂടുമാണ്. ഓക്കെ കാണില്ലേ. ഓണക്കാഴ്ചയിലേക്ക് മലമ്പുഴ സജീവമായിരിക്കുന്നു. ഈ മലമ്പുഴ സന്ദർശിക്കേണ്ട കുട്ടികൾക്ക് ഓണക്കത്തിനുമൊക്കെ വരാം. ഇപ്പോൾ തന്നെ കണികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രാവിലെ കുറച്ച് മുമ്പായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പോഴും വലിയ കണികളില്ല. ഇന്ന് കണികൾ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയും വീണ്ടും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം സജീവമായി. വാട്ടർ പ്രൂഫ് വർക്കിംഗ് തുടങ്ങി. പണിക്കാർ എല്ലാം വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. റിഹാബിലേഷൻ്റെ ഏതാണ്ട് ഒരു ക്യാമ്പിൻ്റെ ആൾക്കാർ കൂടെയൊക്കെ ഉണ്ട്. എല്ലാവരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. സന്ദർശകർ കുട്ടികളുടെ ഉദ്യാനം കൊഴിഞ്ഞിടക്കാനും കുട്ടികളില്ല. കുട്ടികളെ കാത്ത് ഉദ്യാനം വിശ്രമിക്കുകയാണ്. ഈ സ്ഥലം അവിടെ പോയി ഫോട്ടോ എടുക്കാം. മഴ പെയ്യാൻ തുടങ്ങി. തെളിച്ചം മാറി. കേരളത്തെ സംബന്ധിച്ചോളം മലമ്പുഴയ്ക്കൊരു മനോഹാരിത ഉണ്ടെന്നുള്ളതായി സത്യം തന്നെയാണ്. വളരെ ഭംഗിയേറി ഒരു സൂക്ഷിക്കുകയും ചെയ്യും. മഴക്കാലമായതുകൊണ്ട് മലമ്പുഴയിലെ റോപ്പ് സർവീസ് മുഴുവൻ നിർത്തി വെച്ചിരിക്കുകയാണ്. ഡാം സൈറ്റിലും ആൾ വളരെ കുറവാണ്. തെളിഞ്ഞ വെയിലായതുകൊണ്ട് തന്നെ വന്നുകൊണ്ടേയിരിക്കുന്നു ആൾക്കാർ. എങ്കിലും തീരെ കുറവാണ്. മഴ പെയ്തു പോയെങ്കിലും പുൽത്തകികളെല്ലാം ഉണങ്ങി വരേണ്ട മാതിരിയാണ് മലമ്പുഴ. ഇനി അത് 2 മാസം കൂടി കഴിയുമ്പോഴേക്കും തളർത്ത് വരുള്ളൂ. അടമഴയായതുകൊണ്ടായിരിക്കും അതിങ്ങനെ വരും. മറുവശത്ത് വൻ ഭീമാകരമായ പാറകൾ നിലകൊള്ളുന്നുണ്ട് മലമ്പുഴയുടെ. ഇത്തരം പാറകളുള്ളിടത്തൊന്നും ഉരുൾപൊട്ടൽ പ്രശ്നങ്ങൾ വരില്ല. മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകളൊന്നും തുറന്നിട്ടില്ല. വേനൽക്കാലത്തെ പോലെ തന്നെ ഡാം ഇങ്ങനെ ഒരു ശാന്തമായി ബാക്ക് സൈഡ് നിൽക്കുകയാണ്. എങ്കിൽ തോണികളോ മറ്റ് പ്രവർത്തനങ്ങളൊന്നും ഇല്ലാതെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഡാമിൻ്റെ കരയിലൊന്നും ആരുമില്ല. ഒറ്റപ്പെട്ട എണ്ണത്തിൽ ഓരോരുത്തർ നടന്നു നിന്നാൽ അതൊന്നുമില്ല. എന്നാലും വന്നാൽ വളരെ ഭംഗിയാണ്. റോപ്പുകളൊക്കെ ഇങ്ങനെ ഓരോ ഓർമ്മകളുമായി യാത്രക്കാരെ പ്രതീക്ഷിച്ച് തൂങ്ങി കിടക്കുകയാണ്. യാത്രക്കാരെയും കൊണ്ട് ഒരു സ്പീഡ് ബോട്ട്. അത്യാവശ്യം സ്പീഡ് ബോട്ടുണ്ട് സർവീസ്. യാത്രക്കാരാണെന്ന് തോന്നുന്നു. സ്റ്റാഫാണോന്നും അറിയില്ല. അത്യാവശ്യമുണ്ട്. സ്പീഡ് ബോട്ടാണ്. ഒരു റൗണ്ട് അടിച്ചു വരും. സേഫ്റ്റി സംവിധാനങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക്. മലമ്പുഴ യക്ഷി ഇക്കരെ കഥയിലെടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മലമ്പുഴയെക്കുറിച്ചൊന്നും കൂട്ടുകാരൊന്നും പറയാനില്ല.
തൂക്കുപാലത്തിലൂടെ കടന്ന് അക്കരെ പോയാൽ അതുവഴി കുറച്ച് നടന്നാൽ ഡാമിൻ്റെ മുകളിലൂടെ തിരിച്ചു വരാം. മഴ തുറന്ന സമയമായതുകൊണ്ട് ഇന്നും വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ. ചെറിയ ബോട്ട് ജെട്ടികൾ നീണ്ടു കിടക്കുന്നുണ്ട് യാത്രക്കാരെ കൊണ്ടുപോകാൻ വേണ്ടി. കൂട്ടിയിട്ട് നല്ല സ്പേസൊക്കെ ആക്കിയിട്ടുണ്ട്. വേനൽക്കാലത്തൊക്കെ ഇവിടെ ഫുള്ളാളായി. ഡാം സന്ദർശനത്തിന് വേറെ അതിഥികളുണ്ട്. അതിഥി വന്ന് അങ്ങനെ തമാശ കളിക്കുന്നതാണ്. കരിങ്കുരങ്ങാണ്. സാധാരണ നമ്മളടുത്ത് കാണുന്ന കാര്യങ്ങളുടെ കുരങ്ങല്ല, കരിങ്കുരങ്ങ്. അതുകൊണ്ട് വാഴയുടെ മുകളിൽ കെട്ടിന് അങ്ങനെ ഉല്ലസിക്കുക. പേരുണ്ട്. ഒരാളുടെ കളർ വ്യത്യാസമാണല്ലോ, മഞ്ഞ, ഒരാളുടെ കറുപ്പും. സിംഹവാലനാണ് ഒരാൾ കരിങ്കുരങ്ങാണ്. പേടിച്ചു. നവവധുവാണ്, മധുവിധു ആഘോഷിക്കാൻ വന്നതാണ്. കടകൾ തുറന്നു വെച്ചിട്ടുണ്ട്. കാരണം കടകളൊക്കെ ശൂന്യമാണ്. കടകൾ എല്ലാം ഉണ്ട്. വെച്ചിട്ടുണ്ടെങ്കിലും കടകളിൽ ആളില്ല, തീരെ ആളില്ല. ഈ സീസൺ ആകണം, എന്നാലേ അവർക്ക് എന്തെങ്കിലും കിട്ടും. മലമ്പുഴ ഡാമിൻ്റെ ഇക്കരക്കരയുള്ള ഫോറസ്റ്റാണ്. ഇവിടെ ആനകൾ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ആനകൾ വന്നു ന്യൂസ് വന്നിരുന്നു. വന്ന് അവർ തിരിച്ചു പോകും. അപ്പോൾ മഴ തോർന്നതുകൊണ്ട് ഒന്നും കാണാനില്ല. അല്ലെങ്കിൽ മഴക്കാലത്ത് ആനകളൊക്കെ ഇറങ്ങി വരുന്ന ഫോറസ്റ്റാണിത്. ഫോറസ്റ്റ് ക്യാമ്പുണ്ട് ഇവിടെ. ഡാമിൻ്റെ മറുവശമാണ്. ഡാമിൻ്റെ മറുകരത്തി നമ്മൾ. ഇനി ഇതുവഴി ഒരു ഗോവണി വഴി നേരെ മുകളിലേക്ക് കയറി ഡാമിൻ്റെ മുകളിൽ സില്ലെത്താം. വലിയ ഫോറസ്റ്റാണ്. എല്ലാവിധ മൃഗങ്ങളും ഉള്ളൊരു ഫോറസ്റ്റാണ് മലമ്പുഴ ഫോറസ്റ്റ്. മലമ്പുഴയിൽ മാറിപ്പോഴും മനോഹാരിതയായി മഞ്ഞസ്വം തൂങ്ങി നിൽക്കുന്നു മലമ്പുഴ. മറുവശത്ത് വലിയ മലകൾ, മഴയില്ല, ഓളങ്ങൾ നിശബ്ദമായി നിൽക്കുന്നു. സഞ്ചാരി ഡാമിൻ്റെ മുകളിലേക്ക് പോകുന്നു. മലമ്പുഴ ഡാമിനെ കുറിച്ച് ഏറെയൊന്നും സംസാരിക്കാനില്ല. മലമ്പുഴയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. കുട്ടിക്കാലത്ത് തന്നെ സ്കൂളുകളിൽ നിന്നും മലമ്പുഴ കൊണ്ട് കാണിച്ച് എല്ലാവരും അറിയുന്നതാണ്. പക്ഷെ മഴക്കാലം ഉണ്ടായതുകൊണ്ട് മാത്രം ജില്ലയിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ നിശബ്ദമാണ്, മഴ ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു മഞ്ഞ് മുകളിൽ മഞ്ഞോടെ നിൽക്കുകയാണ് മലകളെല്ലാം. ചൂട് ഒരു കുറവില്ല. ഇവിടെ നല്ല ചൂടാണ് ഇപ്പോഴും. ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഡാമിൻ്റെ താഴെ വശം കാണിക്കാം. ഡാമിൻ്റെ നടുക്ക് തന്നെ ഒരു ഒറ്റപ്പെട്ട ഒരു തുരുത്ത്, മരങ്ങളും പാറയായിട്ടിരിക്കുന്നു. ഒരു പുതുമയായിരുന്നു. എന്തായാലും അവിടെ പോയി നിൽക്കാൻ നമുക്ക് തോന്നും. പക്ഷെ തോണികളൊക്കെ എപ്പോഴും ഇവിടെ പോകാറുണ്ടെന്ന് തോന്നുന്നു. അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിലൊക്കെ. മറുവശത്ത് വലിയ മല കോട്ടകൾ തന്നെ. ഇതിൻ്റെ സൈഡുകളിൽ കഴിഞ്ഞാൽ മറ്റു സൈഡുകളെല്ലാം ഫോറസ്റ്റാണ് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ഡാമിൻ്റെ ഈ അകത്തെ ഫോറസ്റ്റുകളിൽ അങ്ങനെ സഞ്ചരിക്കാനാവും. മൃഗങ്ങളില്ലാത്ത ഫോറസ്റ്റ് ആയിരിക്കാം. വലത്ത് സൈഡിലും ഉണ്ട് ഒരു തുരുത്ത്. ഡാം തീരുന്ന വശത്ത് തുരുത്ത്. അത് വലിയ തുരുത്താണ്. വലുതാണ്, നല്ല വലിപ്പമുള്ള ഒരു തുരുത്ത്.
മലമ്പുഴ ഡാമിൽ മാത്രമാണ് ഇങ്ങനെ ടൂറിസ്റ്റ് സംവിധാനങ്ങളുള്ളത്. ചിലപ്പോൾ ഡാമിൻ്റെ പുറകിൽ ഇരിക്കാനും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യം മലമ്പുഴ ഡാമിൻ്റെ വേക്കലേ ഉണ്ടാവുള്ളായിരിക്കും. ഇടുക്കി ഡാമിന് അത് കാണുന്നില്ല, വലിയ അകാലമായ കൊക്കയൊക്കെ ആയിരിക്കും, അങ്ങനെ സംവിധാനങ്ങളുള്ളതുകൊണ്ടായിരിക്കും. മുല്ലപ്പെരിയാർ ഡാമിലും അങ്ങനെ ഇല്ല, അത് തമിഴ്നാടിൻ്റെ ഒരു ആധികാരികയിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെ അത്. പക്ഷെ മറ്റ് ഡാമുകളിലൊക്കെ ഈ മലമ്പുഴ ഡാമിനെ പോലെയുള്ള ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സംവിധാനങ്ങളില്ല. വരെ ഇത് ചെയിൻ, ഷട്ടർ പൊക്കുന്നവൻ ചെയിനാണ് ഈ കാണുന്നത്. താഴേക്ക് ഡാം തുറക്കുമ്പോൾ ഈ ചെയിൻ വഴിയാണ് ഷട്ടർ പൊക്കുക. റെയിൻ റോപ്പ്, ഒരെണ്ണാരക്കണ്ണൻ അങ്ങനെ ഡാമേഴ്സ് കാണാൻ വന്നിരിക്കുകയാണ്. മഴ മാറിയതുകൊണ്ടാണ്. കണ്ടോ, ഒറ്റയ്ക്കേ ഉള്ളൂ, കൂട്ടുകാരും ഇല്ല.